നമസ്കാരം. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ 4th മൊഡ്യൂളാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിക്കുന്നത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ അറിയാമല്ലോ, ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരം സ്ഥാപനങ്ങളായാലും അത് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ ആക്ടിൻ്റെ പ്രൊവിഷൻസിൽ വരുന്ന ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനം അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു സ്ഥാപനവും ആ വർഷത്തിൻ്റെ അവസാനം ആ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ആവുന്ന സമയത്ത് അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതുതരം സ്ഥാപനങ്ങളായാലും ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കണം. അത് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, നമ്മൾ അറിയാമല്ലോ, കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മുടെ നാട്ടിൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളും ഇത്തരം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റേത് സ്ഥാപനങ്ങളിലെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പോലെ തന്നെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളും പ്രിപ്പയർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ളവയാണ്. അതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കൂടുതലായിട്ടും ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇത് നമ്മൾ +1 +2 മുതലേ നമ്മൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അധികം എന്തുണ്ടാവത്തില്ല, പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ +1 മുതൽ പഠിക്കുന്ന ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ എന്ന് പറയുന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്തു പോയാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോണത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് കോമൺ ടു ഓൾ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റീസ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ഇൻ അഡീഷൻ ടു ഇറ്റ് എന്നാണ്. നമ്മൾ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തരം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോമൺ ആണ്. എന്നാൽ നമ്മൾ കൺസ്യൂമർ സൊസൈറ്റികളുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കൂടി അതിനകത്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഒരു പക്ഷേ ഒരു 4 മാർക്കിനെങ്ങാനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അവിടുന്ന് ഒരു തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ സഹകരണ സ്ഥാപനങ്ങളുടെ സർപ്ലസ് എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദ സർപ്ലസ് ഓഫ് ദ സൊസൈറ്റി ഈസ് ഡിസ്പോസ്ഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ്? ഒന്നാമത്തത്, പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റീസ്. സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ട് വരുന്ന തുകകൾ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സർപ്ലസിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ കേട്ടോ. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റീസ്. രണ്ടാമത്തെ, പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ കോമൺ സർവീസ്. കോമൺ സർവീസിന് വേണ്ടിയിട്ട് തുക കണ്ടെത്തുവാനും നമുക്ക് എവിടെ പ്രൊവിഷനുണ്ട്? ഈ ആക്ടിനകത്ത് പ്രൊവിഷനുണ്ട്. നമ്മുടെ സർപ്ലസിൽ നിന്ന് തുക കണ്ടെത്താനുള്ള പ്രൊവിഷനുണ്ട്. മൂന്നാമത്തെ, സം ഓഫ് ദ സർപ്ലസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ്. കുറച്ച് സർപ്ലസ് നമുക്ക് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം? മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഇത് ബാക്കിയുണ്ട്. ഇനി ആസ് പെർ ദ സെക്ഷൻ 56 ഓഫ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എ സൊസൈറ്റി ഷാൽ ഔട്ട് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഇൻ എനി ഇയർ. അപ്പോൾ നമ്മുടെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 56 പ്രകാരം ഇപ്പോൾ ഏതൊരു വർഷമായാലും, ഇത് കമ്പൾസറിയാണ്, മാൻഡേറ്ററിയാണ്. ഇപ്പോൾ ഏതൊരു വർഷത്തെ ആയാലും നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്തൊരു എമൗണ്ട് അവരുടെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എന്നുള്ളതാണ്. 15% കുറയാത്തൊരു എമൗണ്ട് അവരുടെ റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. അതേപോലെ ഒരു 5% കൂടാത്ത ഒരു എമൗണ്ട് അവിടുത്തെ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കണം.
പിന്നെ ഒരു 7% ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ 7% വരുന്ന എമൗണ്ട് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. അതേപോലെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടുണ്ട്. അത് 5% കുറയാത്തൊരു എമൗണ്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഫണ്ടിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 4 മാർക്കിനായിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ്. ബാലൻസ് ഷീറ്റൊന്നും നമുക്ക് പറഞ്ഞിരേണ്ട കാര്യമേ ഇല്ല. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നും പറയാൻ കഴിയും. അതൊരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അവിടുത്തെ സ്ഥാപനത്തിൻ്റെ അസറ്റുകളും ലയബിലിറ്റികളെയും കാണിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിസോഴ്സസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി ആൻഡ് എബൌട്ട് ഇറ്റ്സ് ഓണേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ ബിസിനസ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. അപ്പം ഒരു പ്രത്യേക സമയം വെച്ച് നോക്കുവാണെങ്കിൽ ആ സമയം വെച്ച് ആ സ്ഥാപനത്തിൻ്റെ ഓണറിൻ്റെ ഇൻട്രസ്റ്റിനെ കുറിച്ചും അതേപോലെ ആ സ്ഥാപനത്തിൻ്റെ റിസോഴ്സുകളെക്കുറിച്ചും ഒബ്ലിഗേഷൻസിനെ കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ എവിടെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റിനകത്ത് ഉണ്ടാകും എന്ന് പറയുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഫോർമാറ്റാണ് കാണിക്കുന്നത്. ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എത്രത്തോളം മികച്ച രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുമാണ് ഞാൻ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പഠിക്കുന്ന സമയത്ത് അത് ഇച്ചിരി കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള വലിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ അനാവശ്യമായി കുറച്ച് സമയം പോവുകയും അത് മാത്രമല്ല അത്തരത്തിലൊരു പ്രോബ്ലം നമുക്ക് പരീക്ഷയ്ക്ക് ചെയ്തൊപ്പിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ പോലെ തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് തീർക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലത്തെ സമീപിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡറിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എഴുതി തുടങ്ങുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ്. പിന്നെ ഡെബിറ്റ് സൈഡിലെല്ലാം ഉള്ളത് ഡയറക്റ്റ് എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാം ഡയറക്റ്റ് ഇൻകംസും ആണെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം പർച്ചേസ് എഴുതിയിട്ട് അതിനകത്തുനിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുമ്പം കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ എഴുതുന്നത്. അതേപോലെ പിന്നെ ഉള്ളതെല്ലാം എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഫ്രൈറ്റ്, ക്യാരേജ്, കാർട്ടേജ് ഏത് വേണമെങ്കിലും വരാം, കസ്റ്റംസ് ഡ്യൂട്ടി, വേജസ്, ഗ്യാസ്, വാട്ടർ, ഫ്യൂവൽ, ഫാക്ടറി എക്സ്പെൻസസ്, അങ്ങനെയുള്ള ഏത് എക്സ്പെൻസ്. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇത് തന്നെ വരണം എന്ന് ഇല്ല പരീക്ഷയ്ക്ക്. അപ്പോൾ ഒരു എക്സ്പെൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻകത്തെ കാണുമ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്, ഡയറക്റ്റ് ഇൻകം ഏതാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്, ഇൻഡയറക്റ്റ് ഇൻകം ഏതാണ് എന്ന് തിരിച്ചറിയുകയേ നമുക്ക് നിവൃത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന സെയിൽസ് ആണ് ആദ്യം എഴുതുക. സെയിൽസ് കഴിഞ്ഞിട്ട് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് താഴെ എഴുതിയേക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതിയേക്കണം. അത്രയും കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റിനെ ആദ്യം ബ്രോഡ് ഡൗൺ ചെയ്ത് വെക്കണം. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്കും ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്കുമാണ് നമ്മളത് ബ്രോഡ് ഡൗൺ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ മുഴുവൻ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ ഫോർമാറ്റിൽ കാണുമ്പം ആ കാണുന്ന ആ ഡെബിറ്റ് സൈഡിലുള്ളതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ചൊക്കെ ഞാൻ വായിച്ച് പറഞ്ഞിട്ടുണ്ട്. സാലറീസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, അഡ്വർടൈസിങ്, അങ്ങനെ പറയുന്ന
ആ കാണുന്ന ഒരുവിധം സ്ഥാപനം എന്താണ് ഐറ്റംസ് എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെറിയൊരു സംശയം വരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ക്യാരേജ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് ക്യാരേജ് ഇൻവേർഡും ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡും ഉണ്ട്. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് ആണെങ്കിൽ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കേണ്ടുന്ന ഡയറക്റ്റ് എക്സ്പെൻസും, ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുമാണ്. അത് മറന്നു പോകരുത് കേട്ടോ. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ എഴുതാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇൻഡയറക്റ്റ് ഇൻകങ്ങളാണ്. കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകങ്ങളെയാണ് നമ്മൾ എവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് നിങ്ങളിത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രേഡിംഗ് അക്കൗണ്ടെന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പഠിക്കാൻ നിൽക്കരുത്. ഇത് ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡറിൻ്റെ ആണ് ഞാനിത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആയിരിക്കും നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് പഠിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് മറ്റത് ഒരുപാട് സമയനഷ്ടം ഉണ്ടാകും. അത് മാത്രമല്ല അത് ചെയ്ത് ഒപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതെന്തല്ല, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതേ ഫോർമാറ്റിലല്ല നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ആലോചിക്കുക കേട്ടോ. ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ അവിടെ സാധാരണ പോലെ തന്നെ ലയബിലിറ്റീസും അസറ്റുകളുമാണ്. ഇടത് സൈഡിൽ ലയബിലിറ്റീസും വലത് സൈഡിൽ അസറ്റുകളെയൊക്കെയാണ് കാണിക്കുന്നത്. ഒരുവിധം ലയബിലിറ്റികളെയും അസറ്റുകളെയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം ലയബിലിറ്റികളും അസറ്റുകളുമാണ് നമ്മൾ ആ ഫോർമാറ്റിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി കൺഫ്യൂസിങ്ങിലാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് ആ സ്ലൈഡ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയത്തില്ല. കാരണം കുറച്ച് ഇമേജ് ഞാനെടുത്ത് ആ സ്ലൈഡിൽ വെക്കുന്ന സമയത്ത് കുറച്ച് പരന്നിരിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം ചെയ്ത് തുടങ്ങുകയാണ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൺസ്യൂമർ സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ദ റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ഇയർ 2017-18 ആൻഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഓൺ 31/3/2018 31st March 2018 ആർ given below. Prepare trading profit and loss account for the year 2018 and a balance sheet as on 31/3/2018 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുമാണ്. നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം എന്നുള്ളതാണ്. നമ്മൾ ഐറ്റംസ് വളരെ ശ്രദ്ധിച്ച് വേണം കാണാൻ. നമ്മൾ ആദ്യം റെസീപ്റ്റാണ്. നിങ്ങൾ ആലോചിക്കുക, റെസീപ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് എഴുതുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും എവിടേക്കാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. അവിടെയാണ് ഇൻകം വരുന്നത്. പേയ്മെൻറ്റ് സൈഡിൽ നിന്ന് വരുന്നത് നമ്മൾ കൂടുതലും എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ഐറ്റംസൊക്കെ ബാലൻസ് ഷീറ്റിലും കൂടെ എഴുതേണ്ടുന്ന ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കത് പറഞ്ഞ് തന്നെ പോവാം. ഇത് ഓരോന്നും എവിടെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ പോവാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ നോക്കിയേ, റെസീപ്റ്റ് സൈഡിൽ ഷെയർ ക്യാപിറ്റൽ 25,000 രൂപ എന്ന് കിടക്കുന്നു. ഷെയർ ക്യാപിറ്റൽ 25,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് 25,000 രൂപ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഷെയർ ക്യാപിറ്റലോ നമുക്കറിയാം എവിടെയാണ് എടുക്കേണ്ടത്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എടുക്കേണ്ട ഐറ്റമാണ്. അതേപോലെ ഡെപ്പോസിറ്റ് റിസീവ്ഡ്. അപ്പോൾ നമ്മൾ ഇവിടെ റെസീപ്റ്റും പേയ്മെൻറ്റും ഒരേപോലെ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. നോക്കൂ, ഇവിടെ റെസീപ്റ്റ് സൈഡിൽ ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് എന്ന് പറയുന്നൊരു ഐറ്റം കിടപ്പുണ്ട്, 1,00,000. അതേപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിൽ ഡെപ്പോസിറ്റ് പെയ്ഡ് എന്ന് പറയുന്നൊരു ഐറ്റം കിടപ്പുണ്ട്. എത്രയാണ്? 40,000 രൂപ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഡെപ്പോസിറ്റ് റിസീവ്ഡ് ഉണ്ട്, ഡെപ്പോസിറ്റ് പെയ്ഡ് ഉണ്ട്. 1,00,000 രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടി. അതേപോലെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തു, 40,000 രൂപ തിരിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഡെപ്പോസിറ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിൽ ഇനി എത്ര രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടിയ 1,00,000-ൽ നിന്ന്
40,000 രൂപ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1,40,000 രൂപ കുറച്ചാൽ 60,000 രൂപ. അപ്പോൾ ഡെപ്പോസിറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ എവിടെ, ലയബിലിറ്റി സൈഡിൽ, എന്നുവെച്ചാൽ ഡെപ്പോസിറ്റ് റിസീവ്ഡ് എമൗണ്ട് ആണല്ലോ കൂടുതൽ, അതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ നമ്മൾ എത്ര രൂപ കാണിക്കണം, 60,000 രൂപ കാണിക്കണം. അത് ഞാൻ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ. അതേപോലെ തന്നെ അടുത്തായിട്ട് നോക്കൂ, ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോൺ ടേക്കൺ. ഡിസ്ട്രിക്റ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. എത്ര രൂപ എടുത്തു? 1,80,000 രൂപ എടുത്തു. അതേപോലെ അപ്പുറത്ത് നോക്കൂ, പേയ്മെൻറ്റ് സൈഡിൽ ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോൺ പെയ്ഡ്. ഡിസ്ട്രിക്റ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ തിരിച്ചടവാണത്. അതായത് 20,000 രൂപ തിരിച്ചടച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 1,80,000 രൂപ എടുക്കുന്നു, 20,000 രൂപ തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ലോൺ എടുത്തതാണ് കൂടുതൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1,80,000 20,000 രൂപ കുറയ്ക്കുക. അപ്പോൾ 1,60,000 രൂപ കിട്ടും. അത് ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോൺ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടുന്ന എമൗണ്ട് ആണ് 1,60,000 രൂപ എന്ന് പറയുന്നത്. അതേപോലെ അഡ്മിഷൻ ഫീസ് ഉണ്ട് 2,500 രൂപ. അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. അതേപോലെ സെയിൽ ഓഫ് ഫോംസ് എന്ന് പറയുന്ന ഐറ്റം എവിടെയാണ്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ റെസീപ്റ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, എന്നുവെച്ചാൽ നമ്മുടെ ഇൻകം സൈഡിൽ കാണിക്കണം ഇതെല്ലാം. അതേപോലെ മാനേജീരിയൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്, ഇൻകമാണ്. മിസലേനിയസ് റെസീപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എടുക്കേണ്ടതാണ്. ഇനി ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ്, അതിനൊരു ഇത് വരും. ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് പറയുമ്പോൾ 17,000 രൂപയാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐറ്റം ചിലപ്പോൾ അപ്പുറത്തൂടെ കാണും കേട്ടോ. ഇൻട്രസ്റ്റ് ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐറ്റം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കിടപ്പുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് എന്ന് വെച്ചാൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നു. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഐറ്റമാണ്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടേണ്ടുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുന്നത് 150 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അത് നമ്മുടെ റെസീപ്റ്റാണ്. അത് 150 രൂപയുണ്ട്. അതേപോലെ അതും നമ്മുടെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഐറ്റമാണ്. അതേപോലെ ബാങ്ക് വിഡ്രോവൽസ് ഉണ്ട്. ബാങ്ക് വിഡ്രോവൽസ് വെച്ചാൽ 55,000 രൂപ. അപ്പോൾ നമുക്ക് എന്തും കാണും, ബാങ്ക് ഡെപ്പോസിറ്റ്സും കാണും. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ നോക്കിക്കേ, ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് 60,000 രൂപ കിടപ്പുണ്ട്. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നാൽ അവിടുന്നിട്ട് 55,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ 60,000 രൂപ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, 55,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എത്ര രൂപയാണ് അവിടെ ഇതായിട്ട് വരുന്നത്, 5,000 രൂപ യഥാർത്ഥത്തിൽ നമ്മുടെ അക്കൗണ്ടിലുള്ളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ കാണിക്കണം, 5,000 രൂപയാണ് കാണിക്കേണ്ടത്. ഇനി അഡ്വാൻസ് ഡ്യൂ ടു എന്ന് പറയുന്ന 2 ഐറ്റങ്ങൾ കിടപ്പുണ്ട്. അത് നിങ്ങൾ നോക്കുമ്പോൾ അത് റെസീപ്റ്റ് സൈഡിലുമുണ്ട്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിലുമുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ അസറ്റുമായിട്ടും ലയബിലിറ്റിയുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന ഐറ്റമാണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് പറഞ്ഞുതരാം. ഇനി പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ എടുക്കാത്ത ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഡെപ്പോസിറ്റ്സ് പെയ്ഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോൺ പെയ്ഡിനെ കുറിച്ച് പറഞ്ഞു, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു DCB എന്ന് പറയുന്ന ഐറ്റം നമ്മൾ പറഞ്ഞു. ഇനി ഷെയർ ഇൻവെസ്റ്റഡ് ആണ്. ഷെയർ ഇൻവെസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വേറൊരു സ്ഥാപനത്തിൻ്റെ ഷെയറിലേക്ക് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 10,000 രൂപ. അപ്പോൾ അത് നമ്മുടെ എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മൾ വേറൊരു കമ്പനിയുടെ ഷെയറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതെന്താണ്, നമ്മുടെ അസറ്റാണ്. അപ്പോൾ ആ അസറ്റാണ് ആ 10,000 രൂപയായിട്ട് എഴുതേണ്ടത്. പിന്നെ നമ്മൾ കൊടുത്ത സാലറി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എവിടെ വരണം, അത് ഡെബിറ്റ് സൈഡിൽ വരണം. ലോൺസ് ടു മെമ്പേഴ്സ് ഉണ്ടോ, മെമ്പർമാർക്ക് ലോൺ കൊടുത്തു, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ടോ. നമ്മൾ റെസീപ്റ്റ് സൈഡിൽ ലോൺ ഫ്രം മെമ്പേഴ്സ് കിടപ്പുണ്ട്. ലോൺ ഫ്രം മെമ്പേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് എത്ര രൂപയുണ്ട്, ലോൺ ഫ്രം മെമ്പേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് 2,00,000
എത്ര 40,000 രൂപയാണ്. ലോൺ ഫ്രം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പേയ്മെൻറ്റ് സൈഡിൽ ലോൺ ടു മെമ്പേഴ്സുമുണ്ട് 2,25,000. എന്ന് വെച്ചാൽ നമ്മൾ മെമ്പേഴ്സിന് ലോൺ കൊടുത്തു, 2,25,000 രൂപ മെമ്പേഴ്സിന് ലോൺ കൊടുത്തു. എന്നിട്ട് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് 40,000 രൂപയുടെ ലോൺ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലോൺ അങ്ങോട്ട് കൊടുക്കുന്നത് നമ്മുടെ അസറ്റാണ്, നമുക്ക് ഇങ്ങോട്ട് എടുക്കുന്നത് ലയബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2,25,000 40,000 കുറയ്ക്കണം. 40,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 1,85,000 രൂപയോളം കിട്ടും. അത് നമ്മുടെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അസറ്റ് സൈഡിൽ എഴുതേണ്ടുന്ന ഐറ്റമാണ്. പിന്നെ ഓഫീസ് റെൻറ്റ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്. ട്രാവലിംഗ് അലവൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് ആണ്. രജിസ്ട്രേഷൻ എക്സ്പെൻസും അങ്ങനെ തന്നെയാണ്. ഫർണിച്ചർ യഥാർത്ഥത്തിൽ ബാലൻസ് ഷീറ്റ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലും ഒരു ഐറ്റം കിടപ്പുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട്. അത് നമുക്കറിയാമല്ലോ, നമുക്ക് അതൊക്കെ +1 മുതലേ പഠിച്ചു വരുന്ന സംഗതി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 7,500 ആണ്. അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ 7,500ൻ്റെ 10% 750 ആണ്. ഈ 750 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. എന്നിട്ട് ബാക്കി നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എഴുതുമ്പം 7,500-ൽ നിന്ന് 750 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് വേണം കാണിക്കാൻ. ഇനി പർച്ചേസസ് നമ്മളുണ്ട് 2,20,000 രൂപയോടൊപ്പമുണ്ട്. ആ പർച്ചേസസ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണ് കാണിക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ട്രേഡിംഗ് കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് കാണിക്കണം. എത്രയാണ്? ഇപ്പോൾ 2,20,000. അപ്പോൾ പർച്ചേസ് കാണിക്കുമ്പോൾ പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ പോസ്റ്റേജ് ആയിട്ട് 150 രൂപയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. ബാങ്ക് ചാർജസ് അങ്ങനെ തന്നെ. അഡ്മിഷൻ ഫീ പെയ്ഡ് എന്ന് പറഞ്ഞാലും എന്താണ്? നമ്മൾ കൊടുത്ത അഡ്മിഷൻ ഫീ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഓഫീസ് കണ്ടിജൻസീസ് അങ്ങനെ തന്നെ. ലാൻഡ് പർച്ചേസ് നമ്മുടെ അസറ്റാണ്. ലാൻഡ് പർച്ചേസ്ഡിൻ്റെ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ബാങ്ക് ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രേഡ് ചാർജസ് നമ്മുടെ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ്. ഇനി അഡ്വാൻസ് ഡ്യൂ ബൈയും അഡ്വാൻസ് ഡ്യൂ ടൂവും ഉണ്ട്. അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? അത് ഞാൻ പറഞ്ഞുതരാം, ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോഴത്തേന് പറഞ്ഞുതരാം. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് വാല്യൂഡ് അറ്റ് ₹42,000. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 42,000 വാല്യൂ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ എവിടെയൊക്കെ കാണിക്കണം? നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. അതേപോലെ ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടുന്ന എമൗണ്ടാണ്. ഈ ഇൻട്രസ്റ്റ് പെൻഡിങ് കളക്ഷൻ ഫ്രം മെമ്പേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഇൻട്രസ്റ്റ് അത് 15,000 രൂപ പെൻഡിങ് ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്നുള്ളതാണ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മുടെ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയാലും ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആയാലും ഏതായാലും കൺസേൺഡ് ഐറ്റം ഏതാണെന്ന് നോക്കിയിട്ട് ആ ഐറ്റത്തിനോടൊപ്പം ആഡ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റെസീപ്റ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. 17,000 രൂപ. ആ 17,000 രൂപയോടൊപ്പം ആ 15,000 രൂപ ആഡ് ചെയ്യണം. എന്നിട്ട് 32,000 ആക്കി വേണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് കാണിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഫ്രം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെൻഡിങ് കളക്ഷൻ ഫ്രം മെമ്പേഴ്സ് എന്ന് എഴുതിയിട്ട് ഈ 15,000 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അതേപോലെ ഇൻട്രസ്റ്റ് പെൻഡിങ് പേയ്മെൻറ്റ് ടു ഡിസ്ട്രിക്റ്റ് ബാങ്കിൽ എത്ര രൂപ അടയ്ക്കാനുണ്ട്? ഇനി നമ്മൾ 5,000 രൂപ അടയ്ക്കാനുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു DCB എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു 13,000 രൂപ കിടപ്പുണ്ട്. ആ 13,000 രൂപയോടൊപ്പം നമ്മൾ ഇനി കൊടുക്കാനുള്ള 5,000 രൂപ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ 5,000 രൂപയും കൂടെ ആഡ് ചെയ്തിട്ട് 13,000 + 5,000 18,000 രൂപയാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. എന്നിട്ട് 5,000 രൂപ ഇൻട്രസ്റ്റ് പെൻഡിങ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അടയ്ക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കാൻ വേണം. ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെൻഡിങ് നമ്മൾ കാണിക്കണം. അതേപോലെ സാലറി പെൻഡിങ് പേയ്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പേയ്മെൻറ്റാണ്.
അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റമാണ്. നമ്മുടെ സാലറി എത്രയാണോ കൊടുക്കാനുള്ളത്, ഇവിടെ ക്വസ്റ്റിനിലേക്ക് നോക്കുമ്പോൾ 9,000 രൂപ സാലറി കൊടുക്കാറുണ്ട്. അപ്പോൾ 9,000-നോടൊപ്പം എത്ര കൂടി ആഡ് ചെയ്യണം, 1,200 കൂടി ആഡ് ചെയ്തതിന് ശേഷം ആ എമൗണ്ട് അവിടുത്തെ എഴുതുക. എന്നിട്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, 1,200 രൂപ കാണിക്കണം. റെൻറ്റ് പെൻഡിങ് പേയ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതും റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെൻ്റായിട്ട് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, റെൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് സൈഡിലായിരിക്കും ആ റെൻറ്റ് കിടക്കുന്നത്. അപ്പോൾ ആ റെൻറ്റ് എന്ന് പറയുന്നത് ആ എമൗണ്ട് എത്രയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, ആ എമൗണ്ട് എത്രയാണെന്ന് നോക്കിയിട്ട് 200 രൂപ അതിനെന്തുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ആ 200 രൂപ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, 200 രൂപ കാണിക്കുകയും വേണം. ഓഫീസ് റെൻറ്റ് 1,100 രൂപയാണ്. അപ്പോൾ 1,100 രൂപയുടെ കൂടെ 200 രൂപയുടെ കൂട്ടി 1,300 രൂപ നമ്മളെവിടെ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മളുടെ 200 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് 600 രൂപ. അതിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഐറ്റം യഥാർത്ഥത്തിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നൊരു ഐറ്റം യഥാർത്ഥത്തിൽ റെസിപ്റ്റ് സൈഡിലോ പേയ്മെൻറ്റ് സൈഡിലോ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിത് എവിടെ ആഡ് ചെയ്യും എന്നൊരു ചോദ്യം വരും. എങ്ങും ആഡ് ചെയ്യേണ്ട. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വെറും 600 രൂപയും കാണിച്ചേക്കുക. കാണിച്ചതിന് ശേഷം ബാലൻസ് ഷീറ്റിലും അതേപോലെ അതേ എമൗണ്ട് എടുത്ത് കാണിച്ചേക്കുക. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി 600 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിച്ചേക്കുക. പിന്നെ ഡിപ്രീസിയേറ്റ് ഫർണിച്ചറിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കണക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ചോദ്യത്തിൻ്റെ എന്താണ് പറഞ്ഞത്, ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ്. ഇനിയാണ് നമ്മൾ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ എടുത്തിടുന്ന പർച്ചേസസ് ആണ്. പർച്ചേസ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് തരാത്തതുകൊണ്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ പർച്ചേസസ് ആണുള്ളത്, പർച്ചേസ് എടുത്തെഴുതുന്നു. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പർച്ചേസസ് റിട്ടേൺ ഇല്ല. അങ്ങനെ പർച്ചേസസ് റിട്ടേൺ ഇല്ലാത്തതുകൊണ്ട് പർച്ചേസസിൻ്റെ എമൗണ്ട് നേരിട്ട് എടുത്തെഴുതുന്നു. പിന്നെ അവിടെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് മറ്റൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകളൊന്നും എഴുതാതെ നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ അവിടെ സെയിൽ ഓഫ് ഗുഡ്സ്, നമുക്ക് സെയിൽസ് എന്ന് എഴുതിയാൽ മതിയാവും. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ്, അത് സെയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ നോക്കണം എന്താണ് അവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. സെയിൽസ് റിട്ടേൺ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ എമൗണ്ട് നമ്മൾ നേരിട്ട് എടുത്ത് എഴുതണം. 2,900,000 എന്ന് പറയുന്ന എമൗണ്ട് ഡയറക്റ്റ് എടുത്ത് എഴുതുകയാണ്. അപ്പോൾ പിന്നെ നമുക്കവിടെ എന്തില്ല, ഡയറക്റ്റായിട്ടുള്ള ഇൻകംസ് ഒന്നും പിന്നെ വേറെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തിടുക. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തെഴുതാൻ മറക്കരുത്. കാരണം അവിടെ എഴുതുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് എടുത്തെഴുതേണ്ടത്. 42,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങോട്ട് ഐറ്റം കാണാത്തതുകൊണ്ട് നമ്മൾ പലരും എന്ത് ചെയ്യും, അത് കളഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ അങ്ങനെ വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 2,42,900 എന്ന് പറയുന്ന എമൗണ്ടാണ് കൂടുതൽ. അത് നമ്മൾ എടുത്ത് രണ്ട് ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിലെയും എമൗണ്ട് വെള്ളത്തിൽ എഴുതിയിട്ട് 2,42,900 നിന്ന് 2,20,000 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 22,900 എന്ന എമൗണ്ട് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ആണത്. ഓക്കെ, ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നത്, നിങ്ങൾക്കറിയാം. അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് ആദ്യം എങ്ങോട്ടേ ബ്രോഡ് ഡൗൺ ചെയ്ത് വെക്കണം, ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് വെക്കുകയും വേണം. ഇനി നമ്മൾ അവിടുത്തെ എന്തെടുത്തെഴുതുന്നു, നമ്മൾ ഓരോരോ ഐറ്റംസും എടുത്തെഴുതുകയാണ്. സാലറീസ് നോക്കൂ, ഞാൻ ഈ പറയുന്ന ഓർഡറിലാണ്, ക്വസ്റ്റനുള്ള ഓർഡറിലല്ല, ഞാൻ ഈ കാണുന്ന സ്ലൈഡിനകത്തുള്ള ഓർഡർ പോലെയാണ് പറയുന്നത്. ആദ്യം കാണുന്ന സാലറീസാണ്. സാലറീസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് 10,200 എന്ന് പറയുന്നൊരു എമൗണ്ട് കിടപ്പുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാലറി ആയിട്ട് 9,000 രൂപയാണ് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ളത്. അതിനോടൊപ്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ സാലറി പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് 1,200 രൂപ. അപ്പോൾ 9,000 പ്ലസ് 1,200 10,200 അങ്ങനെയാണ് ആ എമൗണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ
ഇവിടെ എഴുതാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, വർക്കിംഗ് നോട്ടിനകത്ത് നിങ്ങളത് കാണിച്ചിട്ടുണ്ടാവണം. കണ്ടേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത്തെ വർക്കിംഗ് നോട്ട് കണ്ടോ, ആ മൂന്നാമത്തെ വർക്കിംഗ് നോട്ടിനകത്ത് സാലറി 9000, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 1200, അങ്ങനെ 10200 എന്ന് പറയുന്ന എമൗണ്ട് കിടപ്പുണ്ട്. ഇത് ഈ വർക്കിംഗ് നോട്ടിൽ കാണിക്കുന്നതിന് പകരം നിങ്ങൾ എവിടെ കാണിച്ചാലും മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സാലറി എന്ന് എഴുതുന്നത് കാണിച്ച് ഇന്നർ കോളത്തിൽ എമൗണ്ട് കാണിച്ചിട്ട് ടോട്ടലായിട്ടുള്ള 10200 ഔട്ടർ കോളത്തിൽ കാണിച്ചാലും മതിയാവും. അതേപോലെ അടുത്ത ഐറ്റമാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് നമ്മൾ എത്ര രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്? 13000 രൂപ ഇൻട്രസ്റ്റ് കൊടുത്തതായിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കിടപ്പുണ്ട്. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് പെൻഡിങ് പേയ്മെൻറ്റ് ടു ഡിസ്ട്രിക്റ്റ് ബാങ്ക് ₹5000 എന്നുകൂടി കിടപ്പുണ്ട്. അപ്പോൾ അത് 5000 രൂപ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ 13000-നോടൊപ്പം 5000 കൂടി ആഡ് ചെയ്തിട്ട് 18000 രൂപയാണ് എവിടെ കാണിക്കേണ്ടത്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. എന്നിട്ട് ആ 5000 അവിടെ വിട്ടിട്ട് പോകരുത്, നമ്മൾ ആ 5000 നമ്മൾ ഓർത്ത് വെച്ചേക്കണം. നമ്മൾ എവിടെ കാണിക്കേണ്ടതാണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ് കേട്ടോ. അത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 1200 രൂപയും നമ്മൾ എവിടെ കാണിക്കണം? നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 750 തന്നിട്ടുണ്ട്. ഓഫീസ് റെൻറ്റ് 1300, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ഓഫീസ് റെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയേ ഉള്ളൂ? 1100 രൂപയെ പേയ്മെൻറ്റ് സൈഡിലുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് ആണ് 200 രൂപ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 1300 അവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഔട്ട്സ്റ്റാൻഡിങ് 200 രൂപ എന്ന് പറയും നമ്മൾ എവിടെ കാണിക്കാനുള്ള ഐറ്റമാണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് സൈഡിൽ കാണിക്കാനുള്ള ഐറ്റമാണ്. അടുത്തേ കഴിഞ്ഞ പോസ്റ്റേജ് 150 രൂപ, ട്രാവലിംഗ് അലവൻസ്, അഡ്മിഷൻ ഫീ പെയ്ഡ്, രജിസ്ട്രേഷൻ, ബാങ്ക് ചാർജസ്, ഓഫീസ് കണ്ടിജൻസീസ്, അതെല്ലാം നമ്മൾ അതേപോലെ എടുത്തെഴുതേണ്ടുന്ന ഐറ്റമാണ്. കാരണം അവിടെ എങ്ങും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ട്രേഡിംഗ് ചാർജസ് കണ്ടോ. പിന്നെ അടുത്ത ഐറ്റമാണ് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ഐറ്റം. അത് പ്രത്യേകം ആലോചിക്കണം, കാരണം അങ്ങനെ ഒരു ഐറ്റം എവിടെ ഇല്ല, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടപ്പൂല. അപ്പോൾ നമ്മളത് എങ്ങനെ എടുത്ത് എഴുതുമെന്ന് ചോദിച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമേ ആയിട്ടേ ഉള്ളൂ. ഗീവ് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ₹600 എന്ന് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് വേറൊന്നും ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ? ആ ഐറ്റം നേരിട്ട് എടുത്ത് എവിടെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എത്ര രൂപ? 600 രൂപ. ഇനി വരുന്ന ഒരു ഐറ്റം വെച്ചാൽ ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇല്ലാത്ത ഐറ്റമാണ്. അത് അസറ്റുകൾക്ക് വരുന്ന ഡിപ്രീസിയേഷനാണ്. അസറ്റുകൾക്ക് വരുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു നോൺ ഫണ്ട് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഐറ്റമാണ്. അപ്പോൾ 10% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അസറ്റ് 7500 രൂപയാണ്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 750 രൂപയാണ്. ആ 750 രൂപ എവിടെ കാണിക്കണം? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എന്നിട്ട് ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ അല്ല, ഫർണിച്ചർ എഴുതുന്ന സമയത്ത് ഫർണിച്ചർ ആയിട്ടുള്ള 7500-ൽ നിന്ന് 750 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ഇവിടെ കാണിക്കാവുള്ളൂ, നമ്മുടെ ആ ഒരു ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കാവും. ഇനിയിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതാൻ പോവാണ്. ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഓൾറെഡി ബ്രോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ്. അത് ഞാൻ ഒരെണ്ണം പറഞ്ഞതാണ്. ഇൻട്രസ്റ്റ് കളക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ 17000 രൂപ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കളക്ട് ചെയ്യാൻ 15000 രൂപ കൂടി ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ആണത്. അപ്പോൾ 17000-നോടൊപ്പം 15000 കൂടെ ആഡ് ചെയ്തിട്ട് 32000 എടുത്ത് എവിടെ എഴുതണം? നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതണം. എന്നിട്ട് ഈ നമുക്ക് കിട്ടാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഈ 15000 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന എമൗണ്ടാണ്, മറക്കരുത്. പിന്നെ മാനേജറൽ ഗ്രാൻഡ്, സെയിൽ ഓഫ് ഹോംസ്, അഡ്മിഷൻ ഫീസ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് അക്കൗണ്ട്, മിസലേനിയസ് ഇൻകം, ഇതെല്ലാം ഡയറക്റ്റായിട്ട് എടുത്തെഴുതാനുള്ള ഐറ്റമാണ്. അത് അങ്ങനെയും എടുത്തെഴുതുക. എന്നിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റാണ് കിട്ടുന്നത്. 26150 രൂപയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. അതങ്ങനെ ഇട്ടേക്കുക എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പിന്നെ ബാലൻസ് ഷീറ്റിൽ എടുത്ത് എഴുതേണ്ടതാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഒന്നുകിൽ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഐറ്റമായിട്ടൊക്കെ കാണിക്കാനുള്ളതാണ് ആ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്. ഇനിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ ആ 2 പേജുകളിലായിട്ട് കിടന്ന ചിത്രങ്ങളായതുകൊണ്ട് തന്നെ ഇതെടുത്ത്
ജോയിൻ ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ ഒരു ലൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, കാരണം കൃത്യമായിട്ട് എനിക്കത് അലൈൻ ചെയ്യാൻ പറ്റിയില്ല. അത്തരത്തിലുള്ള ടെക്നിക്കാലിറ്റി എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഇതൊന്ന് കാണാൻ പരുവത്തിലാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം ലയബിലിറ്റീസും അസറ്റ്സുമാണ്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റലാണ്. നോക്കൂ, ഷെയർ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനകത്ത് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഷെയർ ക്യാപിറ്റൽ? അതിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലുണ്ട് എത്ര രൂപ? 25,000 രൂപ. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എടുത്ത് എഴുതുന്നു 25,000 രൂപ, അതേപോലെ എഴുതും. ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണല്ലോ, നമ്മുടെ ലയബിലിറ്റിയാണ്. അപ്പോൾ 25,000 രൂപ നമ്മൾ അതേപോലെ അങ്ങ് എടുത്ത് എഴുതുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ. എന്നുവെച്ചാൽ ഡെപ്പോസിറ്റ് നമുക്ക് യഥാർത്ഥത്തിൽ റിസീവ് ചെയ്ത എമൗണ്ട് 1,00,000 രൂപയാണ്. ആ ഡെപ്പോസിറ്റ് പേ ചെയ്ത എമൗണ്ട്, നമ്മൾ തിരിച്ചു കൊടുത്ത എമൗണ്ട് 40,000 ആണ്. അപ്പം നമ്മൾ 1,00,000 രൂപ നമുക്ക് കിട്ടി, 40,000 രൂപ നമ്മൾ തിരികെ കൊടുത്തു. അപ്പോൾ പിന്നെ എത്ര രൂപയുള്ളൂ? 60,000 രൂപയുള്ളൂ. അപ്പോൾ ആ 60,000 രൂപയാണ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അതേപോലെ ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോണും ഇതേപോലെയാണ്. ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോൺ നമ്മൾ എടുത്തു, 1,80,000 രൂപ നമ്മൾ എടുത്തു. എന്നിട്ട് ലോണിൻ്റെ തിരിച്ചടവ് വന്നേക്കുന്നത് 20,000 രൂപയാണ് തിരിച്ചടവ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇനി വീണ്ടും എത്ര രൂപ കൂടി അടയ്ക്കണം? 1,80,000 മൈനസ് 20,000, 1,60,000. ഈ 1,60,000 രൂപയാണ് നമ്മൾ ആ ലയബിലിറ്റി സൈഡിൽ ഡിസ്ട്രിക്റ്റ് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ഓക്കെ. അടുത്ത ഐറ്റം അഡ്വാൻസ് ഡ്യൂ ബൈ ആണ്. അഡ്വാൻസ് ഡ്യൂ ബൈ എന്ന് പറയുന്നൊരു ഐറ്റം കിടപ്പുണ്ട്. അഡ്വാൻസ് ഡ്യൂ ബൈ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് നമ്മൾ അഡ്വാൻസ് ഡ്യൂ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 9,000 രൂപ നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? അത് റെസീപ്റ്റ് സൈഡിൽ ഒരു 9,000 രൂപ കിടപ്പുണ്ട്. അതേ അഡ്വാൻസ് ഡ്യൂ ബൈ എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് ഐറ്റം നമ്മുടെ പേയ്മെൻറ്റ് സൈഡിലും കിടപ്പുണ്ട്. എത്ര രൂപ? 5,000 രൂപ. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് ഡ്യൂ ബൈയുടെ CR എമൗണ്ടിൽ നിന്ന് അഡ്വാൻസ് ഡ്യൂ ബൈയുടെ DR എമൗണ്ട് കുറയ്ക്കണം. അത് നിങ്ങൾ അത് പിന്നെ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. അഡ്വാൻസ് ഡ്യൂ ബൈയുടെ CR എമൗണ്ടിൽ നിന്ന് അഡ്വാൻസ് ഡ്യൂ ബൈയുടെ DR എമൗണ്ടും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,000 രൂപ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. വെച്ചാൽ അഡ്വാൻസ് ഡ്യൂ ബൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ലയബിലിറ്റി ആയിട്ടും കാണിക്കണം. അഡ്വാൻസ് ഡ്യൂ ടു എന്ന് പറയുന്നത് നമ്മുടെ എന്തായിട്ട് കാണിക്കണം? അസറ്റായിട്ട് കാണിക്കണം. അതേപോലെ അഡ്വാൻസ് ഡ്യൂ ബൈയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ നമ്മൾ എവിടെ ചെയ്യണം? അഡ്വാൻസ് ഡ്യൂ ടുവിൽ ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ അഡ്വാൻസ് ഡ്യൂ ബൈ ആയിട്ട് നമുക്ക് 4,000 രൂപ കിട്ടും. അതേപോലെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, ആ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് വന്നേക്കുന്ന 5,000 രൂപ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതെന്താണ്? നമ്മുടെ ഡിസ്ട്രിക്റ്റ് ബാങ്കിലേക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് 5,000 രൂപ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ സാലറി പെൻഡിങ് നമ്മുടെ 1,200 രൂപ ഉണ്ട് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് കിടപ്പുണ്ട്. അത് നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റമാണ്. റെൻറ്റ് പെൻഡിങ് എന്ന് പറയുന്നൊരു ഐറ്റം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്. അതും നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്തേക്കുന്ന ഐറ്റമാണ്. അതെല്ലാം എടുത്തിടേണ്ടുന്ന ഐറ്റമാണ്. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിട്ടില്ല. അത് നമ്മൾ എവിടെ മാത്രമേ തന്നിട്ടുള്ളൂ? നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ അത് നമ്മുടെ ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ എവിടെ എടുത്ത് എഴുതണം? ബാലൻസ് ഷീറ്റിലും കൂടെ കാണിച്ചേക്കണം. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി 600 എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. പിന്നെ നമ്മൾ എടുത്തിടുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റാണ് 26,150 രൂപ. അതവിടെ നിൽക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ അസറ്റ് സൈഡിലേക്കാണ് വരുന്നത്. അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ലോൺ ടു മെമ്പേഴ്സ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. നമ്മൾ ആ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നമ്മൾ മെമ്പേഴ്സിന് 2,25,000 രൂപയുടെ ലോൺ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 40,000 രൂപയുടെ ലോൺ ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ അതിനെ അസറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ 2,25,000 നിന്ന് 40,000 കുറയ്ക്കുമ്പോൾ 1,85,000 കിട്ടും. അതങ്ങനെ എഴുതണം. പിന്നെ ഷെയർ ഇൻവെസ്റ്റഡ് തന്നിട്ടുണ്ട്, അത് അതേപോലെ എടുത്ത് എഴുതുക. ലാൻഡ് പർച്ചേസ്ഡ് തന്നിട്ടുണ്ട്, അത് അതേപോലെ എടുത്ത് എഴുതുക. അസറ്റാണ് അതൊക്കെ. പിന്നെ ഫർണിച്ചർ എഴുതുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ഫർണിച്ചർ എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിപ്രീസിയേഷൻ 750 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതുമ്പോൾ 7,500 നിന്ന് 750 കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ഇവിടെ കാണിക്കാവുള്ളൂ. എമൗണ്ട് അവിടെയുണ്ട് 6,750. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്സ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ
നമ്മുടെ യഥാർത്ഥ ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് 60,000 രൂപയാണ്. 60,000 രൂപ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ബാങ്ക് വിഡ്രോവൽ എന്ന് പറഞ്ഞുകൊണ്ട് 55,000 രൂപയുണ്ട്. അപ്പം നമുക്ക് ഡെപ്പോസിറ്റായിട്ട് ഇനി എത്ര രൂപയേ ഉള്ളൂ? നമ്മൾ 60,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തതിനകത്ത് 55,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ 5,000 രൂപയാണുള്ളത്. ആ 5,000 ആണ് അവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ, ബാങ്ക് ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഐറ്റമാണ്, മറന്നു പോകരുത്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രം എഴുതിയാൽ പോരാ, അത് എവിടെയും കൂടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിലൂടെ കാണിക്കണം. നമുക്ക് അറിയാമല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏത് ഐറ്റം തന്നാലും ഏറ്റവും കുറഞ്ഞ നമ്മൾ എവിടെയെങ്കിലും എത്ര എടുത്ത് കാണിക്കേണ്ടി വരും? 2 എടുത്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമേ എടുത്തുള്ളായിരുന്നു, അതിനെ എവിടെ കൂടെ എടുക്കണം? ബാലൻസ് ഷീറ്റിലൂടെ എടുത്തോളണം. പിന്നെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. എത്ര രൂപയാണ്? 15,000 രൂപയാണോ അതെ, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് 15,000 രൂപയാണ്. ആ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ള പൈസയാണ്. നമ്മൾ ഇങ്ങോട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 17,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ആയിട്ട് ഞാനൊന്ന് വായിക്കാം. ഇൻട്രസ്റ്റ് കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 17,000 രൂപ കിടപ്പുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ അതേപോലെ തന്നെ എന്താണ്? ഇൻട്രസ്റ്റ് പെൻഡിങ് കളക്ഷൻ ഫ്രം മെമ്പേഴ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാനുള്ള പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. എത്ര രൂപയാണ്? 15,000 രൂപ. ആ 15,000 രൂപയാണ് നമ്മൾ ആ എടുത്തെഴുതുന്നത്. 15,000 രൂപ. ഓക്കെ. ഇനി അതേപോലെ നമ്മൾ കഴിഞ്ഞ വട്ടം പറയുന്നത് എന്താണ്? അഡ്വാൻസ് ഡ്യൂ ടു എന്ന് പറയുന്ന ഐറ്റമാണ്. നമ്മൾ അഡ്വാൻസ് ഡ്യൂ ബൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ CR എടുത്തെഴുതിയിട്ട് DR കുറച്ചു. ഇവിടെ നമ്മൾ DR എടുത്തെഴുതിയിട്ട് CR കുറയ്ക്കുന്നു. 3,000 രൂപ അതങ്ങനെ എടുത്തെഴുതുന്നു. പിന്നെ നമുക്കുള്ള ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് ബാലൻസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ എവിടെയില്ല, ഇവിടെയുള്ള ഇത് ഒരിടത്തേ കിടക്കുന്നത്. എവിടെയാണെന്നറിയാമോ? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. നമ്മളത് ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 5,400 രൂപയാണ് ആ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വിട്ടു. നമ്മുടെ കണക്ക് ചെയ്ത് നമ്മൾ ടാലി ആവാതിരിക്കാനുള്ള ചില പ്രത്യേക കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എന്തെടുത്ത് എഴുതൂല? ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതൂല. രണ്ടാമത്, നമ്മൾ ഈ ക്യാഷ് ബാലൻസ് എവിടെ നിന്ന് കിട്ടും എന്നറിയത്തില്ല നമുക്ക്. അതെവിടെയാണ് കിടക്കുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിലാണത് ക്ലോസിംഗ് ബാലൻസിലാണത് കിടക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് എഴുതണം 5,400. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് 2,82,150 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആ കണക്ക് വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം, മുഴുവനായി കാണണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് തന്നെ അയക്കണം. എങ്കിൽ